അങ്ങനെ ആ വണ്ടികളിൽ വെച്ച കളർ ലൈറ്റുകൾ മൊത്തം പരിശോധിക്കാൻ MVD നിൽക്കാൻ തുടങ്ങി. ഹൈക്കോടതിൻ്റെ നിർദ്ദേശപ്രകാരം ഞാനന്ന് പറഞ്ഞിട്ടില്ല, ഹൈക്കോടതി മെയിനായിട്ട് ഇടപെടുന്നുണ്ട് ഇങ്ങനെ കളർ ലൈറ്റുകളും കാര്യങ്ങളൊക്കെ കർശനമായിട്ട് നിരോധിക്കാൻ വേണ്ടിയിട്ട്. അതാണ് കൂടുതൽ ആക്സിഡൻറ്റ് ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞിട്ട് കളർ ലൈറ്റുകളും ഇതുപോലെ ഫോഗ് ലൈറ്റുകളും എല്ലാം. അപ്പോൾ ടൂർ ബസ്സാണ് ഇപ്പം കുറച്ച് നേരത്തെ ഞാൻ ന്യൂസ് കണ്ട്. അന്നേരം ടൂർ ബസ്സുകൾ കുറേ രാത്രി പിടിച്ചിട്ട് കണ്ട്. ടൂർ ബസ്സിൻ്റെ അറിയാമല്ലോ നിങ്ങൾക്ക്, മറ്റേ ഗ്ലാസ്സുമേലെല്ലാം ഇവർ മറ്റേ പ്രോഗ്രാമിങ് ലൈറ്റുകളൊക്കെ കൊടുക്കുന്നില്ലേ, സ്ട്രിപ്പൊക്കെ. അതിനൊക്കെ നല്ല ഫൈന് നല്ല പോലത്തെ ഫൈനൽ ഇടുന്നുണ്ട്. 5000 റുപ്യാണ് ഒരു LED ലൈറ്റിന് അവരിടുന്നത്. അപ്പോൾ അതായത് 50 റുപ്യേൻ്റെ ഒരു LED വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ 50 റുപ്യേൻ്റെ 2 LED 100 റുപ്യൊക്കെ 2 LED മേടിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ 5000 റുപ്യാണ് ഫൈന്. അത് 2 LEDക്ക് 5000 വെച്ചിട്ടാണ് 10,000 റുപ്യ ഫൈന്. ഇതിപ്പോൾ ടൂർ ബസ്സിൻ്റെ അവസ്ഥ നിങ്ങളത് ആലോചിച്ച് നോക്കട്ടെ. മൊത്തം ലൈറ്റുകളായിരിക്കും, അതിന് മൊത്തം ഉള്ളിലും പുറത്തുമൊക്കെ ലൈറ്റുകളാണ്. അല്ലാണ്ട് ആൾക്കാർ വരില്ലല്ലോ. ടൂർ ബസ്സിന് ഒക്കെ കയറേണ്ടിക്ക് അത്യാവശ്യം അട്രാക്റ്റീവ് ആയിരിക്കണം. അതുകൊണ്ടാണ് ടൂറിസ്റ്റ് ബസ്സിനൊക്കെ ലൈറ്റ് കൊടുക്കുന്നത്. ലൈറ്റൊന്നും ഇല്ലാത്ത ബസ്സുകളാണെങ്കിൽ ആര് കയറാനാണ്? അപ്പോൾ ഇവർക്ക് ആകെ ഒരു ടൂറിസ്റ്റ് ബസ്സിനൊരു 5000 റുപ്യേൻ്റെ ഓട്ടം കിട്ടിയാൽ തിരിച്ച് വരുന്ന വഴിക്ക് MVD വരാ 10,000 അടിച്ചിട്ടുണ്ടെങ്കിൽ ഞാനിനി പൊടിപൂരം കാണുന്നത്. എല്ലാ ലൈറ്റുകൾ വെച്ച വണ്ടികളും ഇനിയിപ്പം മൊത്തം കഷ്ടകാലം തന്നെയാണ്. ഇനിയിപ്പം വരുന്ന വഴിക്കൊക്കെ പിടിച്ചിട്ടുണ്ടെങ്കിൽ. കാരണം എവിടെ നിന്നെല്ലാം രൂപ അത്രയും ലൈറ്റുകളൊക്കെ വെച്ചിട്ട് പോകുന്ന വണ്ടികളുണ്ട്. അല്ല ഇത് മാത്രമൊന്നുമല്ലല്ലോ ഇവിടെ നടക്കുന്ന കുറ്റകൃത്യങ്ങൾ. ഇതൊന്നും അല്ലല്ലോ. ഇതെല്ലാം ഭയങ്കരമായിട്ടുള്ള കുറ്റകൃത്യങ്ങളായിട്ട് കാണുന്ന ഹൈക്കോടതി പിന്നെ എന്നാ പറയണ്ടത്? ഓരോരോ നിയമങ്ങൾ തന്നെ. സ്റ്റോക്ക് കണ്ടീഷനിലുള്ള വണ്ടികൾക്ക് വെക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. സ്റ്റോക്ക് കണ്ടീഷനിലുള്ള ആ DRL എല്ലാം കണ്ടില്ല. ആ DRLൻ്റെ വെളിച്ചത്തിൽ തന്നെ രാത്രി പോകാൻ പറ്റും ഓരോ വണ്ടികളുടെ, കാറിൻ്റെ എല്ലാം. അതെല്ലാം എത്ര കണ്ണിലടിക്കുന്നുണ്ട്, അതിൻ്റെ ഹെഡ്ലൈറ്റൊക്കെ എത്ര കണ്ണിലടിക്കുന്നുണ്ട്. ഇതെല്ലാം മാനുഫാക്ചർ ചെയ്യുമ്പോൾ കോടതി നോക്കേണ്ടതല്ലേ, ഒരു റൂള് വെച്ചിട്ട്. അതൊന്നും ചെയ്യുന്നുമില്ല. ഇപ്പോൾ എക്സ്ട്രാ പിടിപ്പിക്കുന്നതാണ് ലോകത്തിലെ ഏറ്റവും വലിയ കുറ്റമായിട്ട് കാണുന്നത്. പറഞ്ഞിട്ട് കാര്യമില്ല.